ഹലോ ഗായ്സ്, എനിക്ക് ഉച്ചയായപ്പോൾ ഒരു കോൾ വന്ന് ഒരു കൊറിയർ വന്നിരിപ്പുണ്ട്. ആ പുള്ളിക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. അപ്പം ഞാൻ ആലോചിച്ച്, ഞാൻ ഓർഡർ ചെയ്തതിന് വലിയ കനമൊന്നുമില്ല, ഞാൻ ഓർഡർ ചെയ്ത സാധനം കനമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നാളെ വരേണ്ട സാധനമല്ലേ പറഞ്ഞു. അയാൾ പറഞ്ഞ് കനം ആ വണ്ടി സ്കൂട്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല, വന്നെടുത്തേ പറ്റത്തുള്ളൂ, 6 മണിക്ക് മുന്നേ വരണമെന്ന്. പിന്നെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേനും സംഭവം ഒരു സ്പീക്കറായിരുന്നു. അത് എൻ്റെ അണഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു സ്പീക്കർ സ്വന്തമാക്കണമെന്ന്. പക്ഷെ അത് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവൾക്കത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് അടിയും വഴക്കൊക്കെ ഉണ്ടായി. പിന്നെ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലോട്ട് പുതിയ ഒരു കടയിലോട്ട് അങ്ങോട്ട് കയറി. പിന്നെ അങ്ങനെ എൻ്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ മറക്കുന്നത്. പിന്നെ മക്കൾക്ക് പള്ളിയിൽ കൊണ്ടുവന്ന ബാഗില്ലായിരുന്നു, ബാഗൊക്കെ മേടിക്കാൻ വേണ്ടി കയറിയാണ്. ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് പറ്റത്തില്ല. പിന്നെ ഞാൻ ഈ എണ്ണ ഒഴിക്കാൻ വെക്കുന്ന സാധനവും കത്രിക്കയും പിന്നെ ഈ കിഴങ്ങൊക്കെ ഇതാക്കാനുള്ള സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു. അത് ആ പനിലായിരുന്നു, അതൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് സ്റ്റീൽ കപ്പ് ചോദിച്ചപ്പോൾ ആളെനിക്ക് എടുത്തു തരുന്നില്ല. വേണ്ട, വീട്ടിലുള്ള കപ്പുകൾ ഇഷ്ടംപോലെ ഇരിക്കുമല്ലേ, അത് പോരെ, ഇനി ആവശ്യമില്ല, എന്തിനാണ് മേടിക്കുന്നത്. എനിക്ക് ക്യൂടെക്സ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഇങ്ങനെയാണ് നോക്കുക, നമ്മൾ പെണ്ണുങ്ങളല്ലേ, നമുക്ക് ഇതൊക്കെ താല്പര്യമാണെന്നല്ലോ. പിന്നെ മിക്സിയുടെ ജാറ് ഇച്ചിരി കംപ്ലൈൻ്റ് ആയി, അത് ശരിയാക്കാൻ കൊടുത്ത് സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേനും അണ്ണൻ വെപ്രാളം കാണിച്ചു. വീട്ടിൽ പൊയ്ക്കോളാൻ വയ്യ, ആ സാധനം ഒന്ന് കേട്ടോളാൻ വയ്യ, പാട്ട് കേട്ടോളാൻ വയ്യ. പിന്നെ ബേക്കറി കയറി കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച്, ബേക്കറി കയറി ചായ പോലും കുടിക്കാൻ സമയമില്ല ആൾക്ക്. പിന്നെ കടയത്തേനും കുറച്ച് സാധനമൊക്കെ എടുത്ത് കടയിലും പെട്ടെന്ന് ഇറക്കിയിട്ട് വന്നിട്ട് അത് വെച്ച് കേട്ടില്ലെങ്കിൽ ആണെങ്കിൽ ഉറക്കം വരത്തില്ല. അങ്ങനെ സ്പീഡിന് അതൊക്കെ വെച്ച് അവരാ കളിക്കുന്ന നേരം കൊണ്ട് ഞാൻ പോയി പിന്നെ ചായയൊക്കെ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ച ബേക്കറിയൊക്കെ എടുത്ത് നിരത്തി വെച്ചും എല്ലാവർക്കും കൊടുക്കുകയും പിന്നെ എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ തിന്നും കുടിച്ചൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊക്കെയല്ലേ പറ്റത്തുള്ളൂ, നമ്മൾ പറഞ്ഞാൽ ആര് കേൾക്കാനാ. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.